ഡിവോഴ്സ് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് കുടുംബ കോടതികൾ വരെ ഉണ്ട്. അപ്പൊ എന്തിനാണ് അവിടെ സ്ത്രീ കമ്മീഷന്റെ ആവശ്യം? അതായത് സ്ത്രീ കമ്മീഷൻ വേണ്ട എന്നുള്ളതല്ല, അതിന് എതിരുമല്ല. പക്ഷെ അതുപോലെ തന്നെ എന്നിട്ടും സ്ത്രീ കമ്മീഷന്റെ ആവശ്യം അവിടെ വന്നു. കാരണം എന്താണ്? സ്ത്രീകളുടെ പ്രശ്നം ഒന്നുകൂടി ഉന്നയിക്കപ്പെടണമെങ്കിൽ അതിന് ഒന്നുകൂടി എന്താ പറയാ അടിസ്ഥാനപരമായിട്ട് അതല്ലെങ്കിൽ അതിനൊന്നുകൂടി ശക്തി കിട്ടണമെങ്കിൽ സ്ത്രീ കമ്മീഷൻ വേണം. അത് നമുക്ക് തെളിഞ്ഞിട്ടുള്ള കാര്യം. സ്ത്രീ കമ്മീഷൻ വന്ന ശേഷം ഒരുപാട് എന്താ പറയുക സ്ത്രീകൾക്ക് അവരുടെ കേസുകൾ പറയാൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെ അവര് സെക്ഷൻ 498 മുതലെടുത്തു എന്നുള്ളതാണ് പ്രശ്നം. ഈ ഗാർഹിക പ്രശ്നം പറഞ്ഞു. അതില് സെക്ഷൻ 498 സ്ത്രീകൾക്ക് എതിരെയാണ് പ്രശ്നം. അതായത് ഇപ്പൊ പറഞ്ഞാൽ ഇപ്പൊ ഒരാള് ഞാൻ എന്റെ ഭാര്യയെ എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതായത് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അവർക്ക് പരാതി കൊടുക്കണം. പക്ഷെ എനിക്കങ്ങനെ പരാതി കൊടുക്കാനുള്ള അവകാശം ഈ ഇന്ത്യയിലില്ല. മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോ അങ്ങനെ ഉണ്ടാവാം, മനസ്സിലായോ? പിന്നെ മാത്രമല്ല നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി സാമൂഹിക നീതിയുടെ പുരുഷ കമ്മീഷൻ ഉണ്ടാക്കുകയല്ല വേണ്ടത്, സമൂഹം അതിനൊരു മറുപടി കാണുകയാണ് വേണ്ടത് എന്നത്. അപ്പോൾ ഇത്രയും കാലമായിട്ട് അങ്ങനെ ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഒരുപാട് പുരുഷന്മാർ ഇതിന്റെ പേരിൽ നമുക്കറിയാം. ഉമ്മൻചാണ്ടി സാറിന് പോലും കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിട്ടുള്ള ഉമ്മൻചാണ്ടി സാർ, അതുപോലെ തന്നെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആളുകൾ ഇപ്പോ അടുത്ത കാലത്ത് കള്ളക്കേസിൽ കുടുക്കിയിട്ടുള്ള കുട്ടിക്കൽ ജയചന്ദ്രൻ 6 മാസമാണ് അദ്ദേഹം ഒളിവിൽ കിടന്നത്. അതിൻ്റെ അടുത്ത് അദ്ദേഹം പോയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ജാമ്യം കിട്ടാൻ സംശയമായിരുന്നു. അതുപോലെ തുടങ്ങിയിട്ടുള്ള നിവിൻ പോളിക്കെതിരെ വ്യാജ കേസെടുത്തു. ഈ വ്യാജ കേസുകൾക്കാണ് പ്രശ്നം, മനസ്സിലായി? പിന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ളത് സോഷ്യൽ പരമായിട്ടുള്ള പ്രശ്നം. ഈ പുരുഷ കമ്മീഷൻ വന്നാലുള്ള പ്രശ്നത്തെ കുറിച്ചാണ്. ഇപ്പൊ നമുക്ക് പുരുഷ കമ്മീഷൻ നിലവിലുള്ള രാജ്യങ്ങളെ കണക്കെടുത്ത് നോക്കാം. ഇപ്പൊ പുരുഷ കമ്മീഷൻ നിലവിലുള്ള രാജ്യമാണെന്ന് നോർവേ എന്ന് പറഞ്ഞാൽ എല്ലാ ഇൻഡെക്സിലും ഒന്നാമത് നിൽക്കുന്ന രാജ്യമാണ് നോർവേ എന്നുള്ളത്. നോർവേയിൽ പുരുഷ കമ്മീഷൻ ഉണ്ടല്ലോ, മെൻസ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് രാഷ്ട്രം അംഗീകരിച്ച കമ്മീഷൻ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഐസ്ലാൻഡിൽ ജെൻഡർ ഈക്വാലിറ്റി കൗൺസിൽ ഉണ്ട്. അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലുണ്ട് മെയിൽ അഡ്വൈസറി പാനൽ. അതുപോലെ തന്നെ അയർലൻഡിലുണ്ട് മെൻസ് ഡെവലപ്മെന്റ് കമ്മീഷൻ ഒക്കെ. ഇത് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വേൾഡ് എക്കണോമിക് ഫോറം പുറത്തുവിട്ടൊരു കണക്കുണ്ട്. അതായത് ഇപ്പോൾ ജെൻഡർ നേരത്തെ സൂചിപ്പിക്കേണ്ടായി ജെൻഡർ നീതി ഉണ്ടാവില്ല എന്നാണ്. അതായത് പുരുഷ കമ്മീഷനും അതുപോലെ തന്നെ സ്ത്രീ കമ്മീഷനും ഉണ്ടാവുകയാണെങ്കിൽ അതൊരു തർക്കത്തിന് കാരണമാകും. അതല്ലെങ്കിൽ ഒരു ജെൻഡർ പോളറൈസേഷൻ സംഭവിക്കുന്നതാണ് ഒരു പ്രശ്നം. അതായത് എന്താ പറയാ സ്ത്രീ കമ്മീഷൻ പുരുഷ കമ്മീഷൻ ഇവിടെ ജസ്റ്റിസ് ഉണ്ടാവില്ല, നീതി ഉണ്ടാവില്ല എന്നുള്ളതാണ്. എന്നാൽ വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ട് എടുക്കുക. അതായത് ലിംഗസമത്വ നീതിയിൽ ഏറ്റവും 5 രാജ്യങ്ങളുടെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഒന്നാമത് നിൽക്കുന്നത് ഐസ്ലാൻഡാണ്. അതുപോലെ രണ്ടാമത് നിൽക്കുന്നത് ഫൈൻലാൻഡാണ്. അതുപോലെ തന്നെ മൂന്നാമത് നിൽക്കുന്നത് നോർവേ ആണ്. ഈ 3 രാജ്യങ്ങളിലും പുരുഷ കമ്മീഷൻ നിലവിലുണ്ട്, മനസ്സിലാക്കണം. ഈ 3 രാജ്യങ്ങളും പുരുഷ കമ്മീഷൻ നിലവിലുണ്ട്. വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ കണക്ക് പ്രകാരം ടോപ്പ് 5 3 രാജ്യങ്ങളിൽപ്പെട്ട രാജ്യങ്ങളാണിത്. അപ്പോ ഇത് വരുന്നതോടുകൂടെ ഇവിടെ ലിംഗസമത്വം ഉണ്ടാവാതിരിക്കുകയല്ല ചെയ്യാൻ. നീതി കിട്ടാത്ത പുരുഷന്മാരുണ്ട്, നീതി കിട്ടാതെ ഒരുപാട് കള്ളക്കേസിൽ അറിയുന്ന പുരുഷന്മാർക്ക് നീതി കിട്ടുകയാണ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സുഹൃത്ത് നേരത്തെ പറയണ്ടായി എന്താണ് സ്ത്രീ കമ്മീഷൻ ഉണ്ടെന്ന്. ഞാൻ ആദ്യമേ പറയണ്ടായി നമ്മുടെ ഭരണഘടന നിയമിക്കുമ്പോൾ അന്നത്തെ ശില്പികൾ എന്താണ് ആ സമയത്ത് നമ്മുടെ ഈ രാജ്യം എന്തായിരുന്നു പാട്രാഷ്യൽ സൊസൈറ്റി. അതായത് അന്നത്തെ സ്ത്രീകളും പിന്നെ കുട്ടികളും അതെ പിൻഭാഗം നിൽക്കുന്ന വ്യക്തികൾ, അതായത് ഇപ്പൊ മറ്റ് പട്ടികജാതി വിഭാഗം അതൊക്കെ പിൻഭാഗം നിൽക്കുന്നതാണ്. അവരെ അഡ്രസ് ചെയ്യാൻ അവരുടെ വോയിസ് അഡ്രസ് ചെയ്യാൻ വേണ്ടി അന്നത്തെ ശില്പികൾ എന്താണ് ഭരണഘടനയിൽ എന്താ പറയുക ആർട്ടിക്കിൾ 15(3) പ്രകാരം അന്നെ പറയുന്നുണ്ട്. പിന്നെ അതിനുശേഷം എന്തായി 1950 1970 ആ സമയത്ത് ആ നിയമം വരികയും പിന്നെ 1976 നിയമം അനുശാസനം ചെയ്തു. അതെന്താണ് അവരുടെ അഡ്രസ് പിൻഭാഗം നിൽക്കുന്നത്. കാരണം നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും എക്കണോമിക് പരമായിട്ട് എന്ത് പരമായിട്ടാണെങ്കിലും അതുകൊണ്ടാണ് സ്ത്രീ കമ്മീഷൻ വന്നത്. അത് കരുതി എന്താ പറയുക പുരുഷ കമ്മീഷൻ വന്നത് ഞാൻ നേരത്തെ പറഞ്ഞു. വീണ്ടും അതിന്റെ ഈ സ്ത്രീയും പുരുഷനും എന്നുള്ളതിൽ പിന്നീട് അത് വലിയൊരു പ്രശ്നമാവുകയും പിന്നെ ഇപ്പൊ പുരുഷൻ വീണ്ടും എന്താണ് അവരുടെ പ്രശ്നങ്ങൾക്ക് പുരുഷ കമ്മീഷൻ പരാതി നൽകുകയും പിന്നീട് അങ്ങനെ സാഹചര്യം വരുമ്പോൾ വീണ്ടും സ്ത്രീ അടിച്ചമർത്തിയിരിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകും. കാരണം സ്ത്രീയുടെ വോയിസ് അഡ്രസ് ചെയ്യാനും എല്ലാ അധികാരം, കാരണം നിലവിൽ നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ അധികാരം മേധാവിയും നോക്കുകയാണെങ്കിൽ പുരുഷൻ തന്നെയാണ് ഇപ്പോൾ മുന്നിലുള്ളത്. ഇത്തരം സാഹചര്യം വീണ്ടും എന്തിന് ഒരു പുരുഷ കമ്മീഷൻ കൊണ്ടുവരുമെന്ന് ചോദിക്കുന്നു. അപ്പൊ നമുക്കിവിടെ പറയാനുള്ളത് സ്ത്രീ കമ്മീഷൻ നിലനിൽക്കുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. പക്ഷെ ഇവിടെ എടുത്തു പറയുന്നത് ഈ ഒരു സ്ത്രീ കമ്മീഷൻ അവർക്ക് സംരക്ഷണം നൽകുമ്പോൾ അവർ ഈ ഒരു അവസരത്തെ അവർ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ ഹൈലൈറ്റ് ചെയ്യേണ്ടത്. കാരണം
ഈ കണക്കുകൾ നോക്കുവാണെങ്കിൽ 5 വർഷമായിട്ടാണ് ഇന്ത്യയിൽ പോക്സോ എന്നുള്ള നിയമം നിലവിൽ വന്നത്. അപ്പോൾ ഈ ഒരു കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ഇതിന്റെ പിന്നിൽ തീർച്ചയായിട്ടും ഒരു വ്യക്തിപരമായ പല കൈകടത്തലുകളും ഇതിലുണ്ടാകുന്നുണ്ട്. കാരണം കുടുംബ പ്രശ്നങ്ങൾ ഇതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഇപ്പൊ 5 വർഷം മുമ്പ് പോക്സോ കേസ് വരുമ്പോൾ ഇന്ന് 5 വർഷം കഴിയുമ്പോൾ ആകെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പോക്സോ കേസുകൾ എന്ന് പറയുന്നത് 6939 കേസുകളാണ്. എന്നാൽ അതിൽ കേവലം ശിക്ഷിക്കപ്പെട്ടത് 312 പേരാണ്. അതായത് 100% ഇപ്പൊ 100% കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ കേവലം 5% ആളുകളെ മാത്രമേ ശിക്ഷിച്ചുള്ളൂ. അപ്പൊ ഇതിന് വ്യക്തമായ അർത്ഥം, അതായത് 95% ആളുകളും ജയിലിൽ പോകുന്നത് അവർ കുറ്റം ചെയ്തിട്ടല്ല. ഈ സ്ത്രീകൾ ഈ ഒരു അവകാശത്തെ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ 95% ആളുകളും ഇതിന്റെ പേരിൽ അവരുടെ അഭിമാനം നഷ്ടപ്പെടുന്നതും പുരുഷൻ എന്നുള്ള പേരിൽ അവരുടെ നാട്ടിൽ അപമാനിക്കപ്പെടുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു കുടുംബം, നാട്ടിൽ പറഞ്ഞ ഒരു കുടുംബ പ്രശ്നമാണ് ആത്മഹത്യയിലേക്ക് നയിക്കുന്നത് എന്നാണ്. ഇപ്പൊ ഒരു കുടുംബത്തിൽ പുരുഷൻ കഴിഞ്ഞാൽ പിന്നെ ആരാണ് ഉണ്ടാവുക? പുരുഷൻ കഴിഞ്ഞാൽ പിന്നുള്ളത് സ്ത്രീയാണല്ലോ. അപ്പൊ ആ കുടുംബ പ്രശ്നം ഉണ്ടാകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപക്ഷെ സ്ത്രീകളായിരിക്കാം. കുടുംബത്തിന്റെ പ്രശ്നം മൂലവും ആത്മഹത്യാ നിരക്ക് കൂടുന്നുണ്ട്. നമ്മളിപ്പോ ഈ കേരളത്തിന്റെ കണക്ക് നമ്മളിങ്ങനെ പുകഴ്ത്തി പറയാനുണ്ടല്ലോ, 100% ലിറ്ററസി എന്നൊക്കെ പറഞ്ഞു. ഇപ്പോ ഇന്ത്യ ദേശീയ തലത്തിൽ ആത്മഹത്യ കണക്ക് പരിശോധിക്കുമ്പോഴാണ് 70% പുരുഷന്റെ ആത്മഹത്യാ നിരക്ക്. എന്നാൽ അത് കേരളത്തിലേക്ക് വരുമ്പോൾ അത് 75% ഉയരാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പുരുഷനെ, അതായത് ഈ ഒരു ജനത എന്ന് പറയുന്നത് തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് ഉന്നമനത്തിൽ നിൽക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ അടുത്തിടെ നമ്മളെല്ലാവരും കേട്ടു, ആലപ്പുഴ ജില്ലയിലെ ഒരു സ്കൂളിലെ വാച്ച്മാൻ ആയിട്ടുള്ള ജോസഫ് എന്ന ഒരു വയോധികൻ, അദ്ദേഹത്തിന് 70 വയസ്സ് മാത്രമേ ഉള്ളൂ. അങ്ങനെ അദ്ദേഹത്തിന്റെ പേരിൽ ആ സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി പോക്സോ കേസ് ആരോപിക്കുകയാണ്. അങ്ങനെ ആരോപിച്ചിട്ട് അദ്ദേഹം ജയിലിൽ കടക്കേണ്ടി വന്നത് 285 ദിവസമാണ്. ആ വയോധികൻ, അതായത് അദ്ദേഹം ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് പറയുന്നത് അവിടെ വെളിച്ചം കണ്ടിട്ട് തന്നെ 282 ദിവസം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം വെളിച്ചം കാണുന്നത്, പരോളിൽ ഇറങ്ങിയത്. അപ്പൊ ഇതിന്റെ പിന്നിൽ എന്താണ്? ആ കുട്ടിയും അതിന്റെ ഒരു അഫയർ ഉണ്ടായിരുന്നു, അത് വീട്ടിൽ പറഞ്ഞു കൊടുക്കുമോ എന്ന് ഭയത്തിന്റെ പേരിലാണ് ആ പെൺകുട്ടി താൻ ഗർഭിണിയാണെന്നും അതിന് വാച്ച്മാനാണ് കാരണമെന്നും ആരോപിച്ചത്. ഇപ്പൊ പോക്സോ കേസ് എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഭരണഘടനയിൽ അതിന്റെ ശില്പികള് അകാല ജ്ഞാനം ഉണ്ടായത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സ്ത്രീ നിയമം ഉണ്ടാക്കിയത് എന്നാണല്ലോ. ഇപ്പൊ ഈ പോക്സോ കേസ് വരുന്നത് ഇപ്പൊ ഉള്ളത് 5 വർഷം മുമ്പാണല്ലോ. അതായത് കാലത്തിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ഭൂമിയിൽ സംഭവിക്കുന്നുണ്ട്. ഇപ്പോ പുരുഷ കമ്മീഷൻ നിലനിൽക്കുന്ന 2 രാജ്യങ്ങളാണ് യുണൈറ്റഡ് കിങ്ഡം, ഓസ്ട്രേലിയ. ഇവിടെ പുരുഷ കമ്മീഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയിൽ മാറേണ്ടിയിരിക്കുന്നു. ഈ പോക്സോ നിയമം വന്നതുപോലെ തന്നെ ഒരു പുരുഷ കമ്മീഷനും ഈ ഇന്ത്യയിൽ നിലനിൽക്കേണ്ടത് വളരെ അനിവാര്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഇപ്പൊ പറയുകയുണ്ടായി സ്ത്രീ കമ്മീഷനും കുഴപ്പമില്ല, അതിന് കൂടെ തന്നെ പുരുഷ കമ്മീഷനും ഉണ്ടാവണം. ഇവിടെ രണ്ട് കമ്മീഷനും ഒരുപോലെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ഇടയിൽ ജെൻഡർ പോളറൈസേഷൻ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അത് നമ്മൾ പുരുഷന്മാരും സ്ത്രീകളും തമ്മിൽ രണ്ടും വലിയ അകലങ്ങൾ തോന്നിക്കുകയും അവരുടെ രണ്ട് കമ്മീഷനുകളും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ സംഘടനകൾ നേരിടുകയും വലിയ വാശിയും തമ്മിൽ ഉണ്ടാവുകയും ചെയ്യുകയാണ്. അപ്പൊ സ്ത്രീകൾക്ക് പറ്റുമായിരുന്നു. അതായത് ഈ പരാതി കൊടുക്കാം, പക്ഷെ ഈ പരാതിയിൽ എന്താണ് സ്ത്രീകൾ അധികാരം ചൂഷണം ചെയ്യുന്നത് പറഞ്ഞത്. പക്ഷെ അധികാരം ചൂഷണം ചെയ്യുമ്പോൾ നമ്മൾ അതിലെന്താ മുന്നോട്ട് കൊണ്ടുവരുന്നത് വെച്ചാൽ ഉള്ള നിയമം തന്നെ എന്താ അതൊന്നും ശക്തിപ്പെടുത്തണം. അതായത് പോലീസിന് അന്വേഷണം എന്തായിരിക്കും, തെളിവോട് കൂടി ആയിരിക്കും അറസ്റ്റ് ചെയ്യും. ഈ പല കേസുകളും നമുക്ക് കാണാം, ഇങ്ങനെ ഉണ്ടാവും. 1-2 കേസ് നമുക്ക് ഇടവേളയിൽ കാണാൻ സാധിച്ചു. ചെറിയ തെളിവ് അല്ലെങ്കിൽ വാദമൂലം ഒരിക്കലും തന്നെ ഒരു വാദമൂലം കൊണ്ടുവരാൻ ഒരിക്കലും സാധിക്കുന്നതല്ല. അത്തരം സാഹചര്യത്തിൽ പോലീസ് അവരുടെ ഭാഗത്ത് നിന്ന് മുകളിലെ അതായത് അധികാരം നീങ്ങാൻ കഴിയുന്നവർക്ക് എന്ത് ചെയ്യുക, കറക്റ്റ് തെളിവോട് കൂടി, അതുപോലെ തന്നെ ഇപ്പൊ ഒരു വ്യക്തി അറസ്റ്റ് ചെയ്യുക, ജയിലിൽ ഇടുകയാണെങ്കിൽ തന്നെ കറക്റ്റ് തെളിവോട് കൂടിയാണ് ചെയ്യേണ്ടത്. കാരണം ഈ തെളിവില്ലെങ്കിൽ തന്നെ ആ വ്യക്തിയുടെ പേര്, അവരുടെ ഐഡന്റിറ്റി കാര്യം പുറത്ത് കൊണ്ടുവരാൻ ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. അതിന് നമുക്ക് വേണ്ടത് ഉള്ള നിയമത്തിനെ നമുക്ക് ശക്തിപ്പെടുത്തുക, അല്ലെങ്കിൽ ഉള്ള നിയമത്തിനെ കമ്മീഷനെ
വുമൺ കമ്മീഷൻ നിലവിൽ വരുന്നതിന് മുമ്പ് നിയമം ശക്തിപ്പെടുത്തിയാൽ മതിയായിരുന്നോ? പറ്റൂല. കാരണം എന്തുകൊണ്ടാണ്? അവർക്ക് അവർക്ക് എല്ലാ കാര്യങ്ങളും അവരുടെ വിഷയങ്ങൾ തുറന്നു പറയാൻ ഒരു കമ്മീഷൻ ഉള്ളതുകൊണ്ടാണ്. ഇപ്പൊ സ്ത്രീകൾക്ക് ഒരു പ്രശ്നം ഉണ്ടായാൽ എന്താ ചെയ്യുക? ഇപ്പൊ വുമൺ കമ്മീഷനോട് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് വുമൺ കമ്മീഷൻ ഉണ്ടാവുക. അപ്പൊ അതുപോലെ ഇപ്പൊ നേരത്തെ കണക്കുകൾ സൂചിപ്പിക്കുകയാണ്. ഇപ്പൊ കുട്ടികൾ ജയചന്ദ്രൻ അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി സാർ, ഇപ്പൊ രാഹുൽ ഈശ്വരൻ ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു പുരുഷൻ നമുക്ക് ഓരോരുത്തർക്കും വരാൻ പറ്റുന്ന പ്രശ്നമാണ്. ഇപ്പൊ ഒരു സ്ത്രീ നമ്മുടെ പേരിൽ ഇത് തേർഡ് പാർട്ടിയായി നടന്നു നിൽക്കുന്നതാണ്. ഇപ്പൊ ഒരു പുരുഷനെതിരെ ഒരു സ്ത്രീ പറയാണ് എന്നെ അവൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ ഇരയായി അവിടെ ആ സ്ത്രീയുടെ ഒരു വിവരങ്ങളും പുറത്തുവിടപ്പെടുന്നില്ല. കാരണം അതാണ് നേരത്തെ പറഞ്ഞത്. അതന്നെ അതിന് വേണം ശ്രദ്ധ വരണം. കാരണം എന്തായിരുന്നു, നമ്മുടെ നിയമം കൂടി ശക്തിപ്പെടുത്തണം. ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടാകുമ്പോഴത്തേക്ക് തന്നെ അവരുടെ പേര്, അഡ്രസ്, അവരുടെ വിവരങ്ങൾ, മേൽവിലാസം കാര്യം പുറത്ത് കൊടുക്കാതിരിക്കുക. ഇങ്ങനെ ആവുമ്പോൾ തന്നെ എന്തായിരിക്കും, പിന്നീട് ഇങ്ങനെ ആവുമ്പോൾ എന്തായിരിക്കും അവരുടെ ഐഡന്റിറ്റി കാര്യം നഷ്ടപ്പെടാതിരിക്കും. പിന്നെ തെളിവ് വ്യക്തമായി അതായത് അദ്ദേഹം തന്നെയാണ് കുറ്റം ചെയ്ത വ്യക്തിയെ തെളിക്കാൻ മാത്രം പുറത്തു കൊണ്ടുവരിക. ഈ ഒരു കാര്യത്തിൽ ഒന്നും കൂടി എന്താ പറയാ, നമ്മുടെ കോടതിയും പോലീസുമാരും നിയമം ഒന്നും ശക്തിപ്പെടുത്തിയാൽ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമാവുന്നതാണ്. ഇത്രയും കാലഘട്ടമായിട്ടും ഇന്ത്യയിൽ ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടിട്ടില്ല. അപ്പൊ അതിനു വേണ്ടിയുള്ള പരിഹാരമാണ് പുരുഷ കമ്മീഷൻ വരിക എന്നുള്ളത്. കാരണം സ്ത്രീകൾക്കും അങ്ങനെ പ്രശ്നം നടത്തിയാൽ മതിയായിരുന്നല്ലോ. അന്ന് സ്ത്രീകൾക്ക് നല്ല അസമത്വം നേരിടുന്ന സമയമായിരുന്നു. പണ്ട് കാലഘട്ടത്തിൽ സ്ത്രീ കമ്മീഷൻ വരുന്നതിന് മുമ്പ് 2004, 2005 കാലഘട്ടത്തിൽ അല്ലേ. അപ്പോൾ ഒരു സ്ത്രീ കമ്മീഷൻ വന്നതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിച്ചു എന്നല്ല, പക്ഷെ ഒരു അറുതി വരെ ഒരു പരിധി വരെ അത് ഉണ്ടായിട്ടുണ്ട് ഇല്ലേ. ഇല്ലാന്ന് പറയാൻ കഴിയില്ല. കാരണം എന്താണ്, അപ്പൊ ഇത് അവർ പുരുഷ കമ്മീഷന്റെ പ്രശ്നം ഇത് ഇപ്പം അവർ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമല്ല. ഇത് സുപ്രീം കോടതിയിലെ ചർച്ചയ്ക്ക് വന്ന വിഷയമാണ്. അതുപോലെ തന്നെ പാർലമെന്റിൽ കമ്മിറ്റിയുടെ ചർച്ച ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇതിന്റെ രാജ്യസഭയിൽ ഹർഷ് ചൗഹാൻ എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യസഭ ഇതിനെ ബില്ലായിട്ട് അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് അതിനെ എതിർത്തതാണ് മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഇതിനെ എതിർത്തത്. അങ്ങനെ അതവിടെ സംഭവിക്കാതെ പോവുകയാണ്. ഈ ചർച്ച അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഇത് വരുന്നതോടുകൂടി ഇത് സ്ത്രീകൾക്കും എതിരല്ല, പുരുഷന്മാർക്ക് ഇരയാക്കപ്പെട്ട പുരുഷന്മാരെ സംരക്ഷിക്കുക. നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അതെല്ലാം ഇതിന്റെ ഭാഗം. ഒരു കേസിൽ അകപ്പെട്ട പുരുഷന് കോടതി പറയുന്നത് വരെയെങ്കിലും അവന് സമയം കൊടുക്കണേ. ഇപ്പൊ ഉദാഹരണത്തിന് ഞാനിപ്പോ ഒരു കേസിൽ അകപ്പെട്ടു, എന്റെ പേരിൽ ഒരു കള്ളപ്പരാതി അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഓഫീസ് എന്ത് കേസായിക്കോട്ടെ, ഇപ്പൊ തേർഡ് പാർട്ടി ആയിട്ട് കൂടി സ്ത്രീകൾക്ക് ഇത് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഞാനൊരു പെണ്ണിനെ കണ്ടിട്ടില്ല. അപ്പൊ സുരേഷ് ഗോപിന്റെ വിഷയം, സുരേഷ് ഗോപിന്റെ എന്താണ് വിഷയം? സുരേഷ് ഗോപി അതുപോലെ തന്നെ 10-12 ക്യാമറ ഉള്ള സമയത്ത് ക്യാമറയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് അദ്ദേഹം ഒരു പെണ്ണിനോട് എന്നെ കൊടുക്കാൻ നോക്കുകയാണോ എന്ന് ചോദിച്ചതാണ്. അതിനെതിരെയാണ് കേസ് കൊടുത്തത്. അതൊക്കെ എങ്ങനെയാണ് അത് ഇതാകുന്നത്? അപ്പൊ അങ്ങനത്തെ കേസുകൾ ഒരു എം പി ആണ് സുരേഷ് ഗോപി എന്നുള്ളത്. അപ്പൊ ഇത്രയും തലസ്ഥാനത്ത് ഇത്രയും നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകൾക്ക് നീതി കിട്ടാവുന്ന രാജ്യത്ത് പാവപ്പെട്ട ആളുകൾ എങ്ങനെയാണ് നീതി കിട്ടുക? അവരിതൊക്കെ ഇവിടെ പോയി പറയുമെന്നുള്ളതാണ്. ഇപ്പൊ മനുഷ്യാവകാശ കമ്മീഷനിൽ പോയി പറഞ്ഞാൽ നടപ്പിലാവും, നടപ്പിലാവുന്നില്ല. അതുകൊണ്ടാണ് ഇതിന്റെ ആവശ്യം പറയുന്നത്. ആ കാര്യത്തിൽ ഒന്നും കൂടി നിയമങ്ങൾ ശക്തിപ്പെടുത്താൻ നിങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞത്. വുമൻസ് കമ്മീഷൻ വന്നുകൊണ്ട് തന്നെ അവരുടെ കാര്യങ്ങൾ അഡ്രസ് ചെയ്യാൻ വരുന്നതുകൊണ്ടുള്ള പ്രശ്നം എന്താണ്? ഞാൻ പറഞ്ഞതാ. അപ്പൊ നിങ്ങൾ വോയിസ് അഡ്രസ് ചെയ്യാൻ കമ്മീഷൻ വരുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. അതന്നെ ആദ്യം പറഞ്ഞു. ഒന്നും തന്നെ സ്ത്രീയും ഒരു പുരുഷനുമുള്ള ആ സംഘടിത അവസ്ഥ വരും. പിന്നെ അതുപോലെ തന്നെ വേൾഡ് എക്കണോമിക് ഫോറം പുറത്തുവിട്ട കണക്കിൽ ആദ്യത്തെ 5-3 നിൽക്കുന്നത് ജെൻഡർ ഈക്വൽ ആയിട്ടുള്ള ലിംഗ സമത്വമുള്ള രാജ്യങ്ങളാണ്. അവിടെയൊക്കെ പുരുഷ കമ്മീഷൻ നിലവിലുണ്ടല്ലോ. എന്താണ് പ്രശ്നം? നിങ്ങൾ പറഞ്ഞു സ്ത്രീ കമ്മീഷൻ വന്നു, അവരുടെ വാദങ്ങളൊക്കെ അവരുടെ അതുപരമായിട്ട് മുന്നോട്ട് പോകുന്നത്. NFHS നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ, ഇത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് നടത്തുന്ന ഏറ്റവും വലിയ അധികാരമായ ഒരു സർവേയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഒരു കണക്ക് പുറത്തുവിടുകയുണ്ടായി. അതിൽ പറയുന്നത് വെച്ചാൽ സ്ത്രീകൾ ഇപ്പോഴും എന്താണ് അടിച്ചമർത്തപ്പെടുക, അതിനെതിരെ അതിക്രമം സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം കൂടുതലാണെന്ന് പറഞ്ഞു. അതിലെ കണക്ക് പ്രകാരം കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇപ്പോഴും 29.3% വിവാഹിതരായ സ്ത്രീകൾ, 18-49 വയസ്സിലുള്ള ഇടയിലുള്ള സ്ത്രീകൾ ഭർത്താക്കന്മാർ എന്താണ് ശാരീരികമായി പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ത്രീ കമ്മീഷൻ വന്നിട്ട് ഇപ്പോഴും സ്ത്രീകൾ ഇതിനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് തന്നെ പുരുഷ കമ്മീഷൻ വന്ന വീണ്ടും സ്ത്രീകളുടെ വോയിസ് അഡ്രസ് ചെയ്യാതിരിക്കല്ലേ? ഈ സാഹചര്യം എന്താണ് ചെയ്യുന്നത്? അതായത് ഇന്നല്ലെങ്കിൽ നാളെ നമുക്കും നമ്മുടെ കുട്ടികൾക്കും വരാൻ പോകുന്ന പ്രശ്നമാണ്. ഇപ്പൊ ഇന്നൊരാൾ വന്നിട്ട് നിങ്ങൾക്കെതിരെ, നിങ്ങളെ കാണാതെ ഒരു പെണ്ണ് വന്നിട്ട് നിങ്ങൾക്കെതിരെ ബോക്സ് പരാതി എടുത്തു, നിങ്ങൾ ആരും സപ്പോർട്ട് ചെയ്യും? ഏത് കമ്മീഷനാണ് സപ്പോർട്ട് ചെയ്യാൻ? സ്ത്രീകൾക്കാണ് ഇങ്ങനെ
പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ സ്ത്രീ കമ്മീഷൻ ഉണ്ടല്ലോ. ഈ കേരളത്തിന്റെ സ്ത്രീ കമ്മീഷൻ നിലനിൽക്കുന്നുണ്ട്. അപ്പോ പുരുഷനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു കമ്മീഷൻ നിലനിൽക്കുന്നില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞ ആക്ടുകളൊക്കെ വരണമെങ്കിൽ ആരെങ്കിലും ഒന്ന് പുഷ് ചെയ്യണ്ടേ? ഈ രാവിലെ ഈശ്വരൻ പറഞ്ഞിട്ടുള്ള ഈ പുരുഷ കമ്മീഷൻ അവതരിപ്പിക്കാൻ പോലും രാഷ്ട്രീയക്കാർക്ക് മടിയാണ്. ഇപ്പൊ എൽദോസ് കുന്നമണിക്കെതിരെ കേസ് വന്നിട്ടുണ്ട്. എൽദോസ് കുന്നമണിക്കെതിരെ പോക്സോ കേസ് വരികയും അദ്ദേഹത്തിന് പോലും അത് പറയാനുള്ളൊരു മടിയാണ്. കാരണം അവിടെ പ്രശ്നങ്ങൾ വരുമ്പോ അത് സ്ത്രീകൾക്കെതിരെയുള്ള പ്രശ്നമാകുമ്പോ അതല്ല ഏതോ സൂചിക്കപ്പെട്ട പോലെ ഏതെങ്കിലും ഇപ്പോ ഒരുപാട് കള്ളക്കേസിൽ കൊടുക്കുന്ന പുരുഷന്മാരുണ്ട്. സൂചിപ്പിക്കണ്ടേ പോക്സോ കേസിൽ എടുത്തിട്ടുള്ള ആളുകളെ എത്രയോ വർഷങ്ങൾ ജയിലിൽ കിടക്കുക പീഡനം അനുഭവിക്കപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ആളുകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഇരയാക്കപ്പെട്ട ഇപ്പൊ ഉദാഹരണത്തിന് സരിതക്കെതിരെ ഉമ്മൻചാണ്ടി സാറിനെതിരെ വ്യാജ പരാതി കൊടുത്ത സരിതക്കെതിരെ ഏതെങ്കിലും ഒരു വുമൻസ് കമ്മീഷൻ അത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? അവർക്കെതിരെ കേസെടുക്കണമെന്ന് ഏതെങ്കിലും കമ്മീഷൻ പറയുന്നില്ല. എന്തുകൊണ്ട് പറയുന്നില്ല? അപ്പോ അതിനാണ് പറഞ്ഞത് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു കമ്മീഷൻ അത്യാവശ്യമാണ് എന്ന് പറഞ്ഞു. ഈ കോടതിയും പോലീസും ഒക്കെ ഈ കുറ്റകൃത്യങ്ങളെ നടപ്പാക്കാനും ശിക്ഷ നടപ്പാക്കാനും ഒക്കെ ഉള്ളതാണ്. കമ്മീഷൻ എന്നുള്ളത് ഒരു വിഭാഗത്തിന്റെ ക്ഷേമങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കാനുള്ളതാണ്. അതുപോലെ തന്നെ ഈ രാഹുൽ ഈശ്വരന്റെ അടുത്ത് തന്നെ മുകേഷ് നായർ അദ്ദേഹത്തിന് ഇതേമാതിരി ഒരു കേസ് വന്നിരുന്നു, ഈ ലൈംഗിക പീഡനത്തിന്റെ കേസ്. അപ്പോ പത്രങ്ങളെല്ലാം ഇത് കൊട്ടി ആഘോഷിക്കും, വലിയ ഫസ്റ്റ് പേജിൽ തന്നെ വലിയ ഫോട്ടോ കൊടുത്ത്. പിന്നെ അത് വിധി വന്നതിന് ശേഷം അത് ലൈംഗിക നടന്നിട്ടില്ലായിരുന്നു. അതിനാൽ കൊണ്ട് തന്നെ പിന്നെ പത്രങ്ങൾ അത് മൈൻഡ് ചെയ്യും കൂടി പോയില്ല. അതുപോലെ ഇന്ത്യയിലെ 14ാമത്തെ ആർട്ടിക്കിളിൽ കാണാം, ഒരു വിഭാഗത്തിന് ഇപ്പോ ഒരു കമ്മീഷൻ ഉണ്ടെങ്കിൽ മറ്റു വിഭാഗത്തിനും ഇല്ലെങ്കിൽ അതൊരു അതുല്യമാണ്. സ്ത്രീ കമ്മീഷൻ ഒന്നുകൂടി ശക്തമാകണം. അതായത് ഇപ്പോഴുള്ള നിയമം ഒരു 50 കൊല്ലാണെങ്കിൽ ഒരു 70 കൊല്ലം കൂടി നീട്ടണം എന്നാണ് ഉദ്ദേശിച്ചത്. അത് വേറെ എന്തെങ്കിലുമാണ് ഉദ്ദേശിച്ചത് എനിക്കറിയില്ല. കാരണം സ്ത്രീ കമ്മീഷന്റെ ഈ ഒരു നിയമങ്ങളെല്ലാം ഓൾറെഡി ശക്തമാണ്. ഇപ്പോ ഈ അടുത്തിടെ കണ്ണൂർ ജില്ലയിൽ ഒരു അധ്യാപകനെ അറസ്റ്റ് ചെയ്തു. അപ്പോ ആ അധ്യാപകനെ അറസ്റ്റ് ചെയ്തപ്പോൾ പോലീസിന് മനസ്സിലായി ഇത് കേവലം ഒരു പൊള്ളയായ ഒരു കേസാണെന്ന് മനസ്സിലാവുകയും അതിനകത്ത് വെറുതെ വിടുകയും ചെയ്തു. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥിയുടെ കുടുംബക്കാർ ചെയ്തത്, മാതാപിതാക്കൾ ചെയ്തത് എന്താണെന്നറിയോ? നേരെ ഹൈക്കോടതിയിലേക്ക് പോയി. അങ്ങനെ കേസ് ഹൈക്കോടതിയിലെത്തി. ഹൈക്കോടതി 2ാമത് ഓർഡർ ഇടിയിപ്പിച്ചിട്ടാണ് ആ ഒരു മാഷിനെ അറസ്റ്റ് ചെയ്തത്. എന്നിട്ട് ആ മാഷ് 2.5 മാസം കഴിഞ്ഞിട്ട് തോന്നുന്നു പിന്നെ 2ാമത് ജോലിയിൽ കയറുന്നത് കുറ്റവിമുക്തനായി. അപ്പോൾ ഹൈക്കോടതി പറയുന്നുണ്ട്, നിങ്ങൾ ഹൈക്കോടതി ഉന്നയിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ പുരുഷന്മാരുടെ കണ്ണുനീര് കൂടി പരിഗണിക്കണം. ഇത് ഈ ഒരു പോക്സോ കേസ് പോലെയുള്ള സ്ത്രീ സംരക്ഷണ നിയമങ്ങളുടെ ഒരു ദുരുപയോഗത്തെയാണ് പൂർണ്ണമായിട്ടും സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, ഇപ്പോൾ സുരേഷ് ഗോപി അവരൊക്കെ അത്രയും പൊസിഷനിൽ ഇരുന്നിട്ട് പോലും അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്തത് ഈ ഒരു സ്ത്രീ കമ്മീഷന്റെ പവർ അത്രയ്ക്ക് ശക്തമാണ് എന്നുള്ളത് കൊണ്ടതാണ്. അതുകൊണ്ട് തന്നെ അതിന് ഒരു പ്രത്യേക ഒരു തെളിവിന്റെ ആവശ്യമൊന്നുമില്ല. അതൊരു ആരോപണത്തിന്റെ മൂലം കാരണം തന്നെ ഒരു വ്യക്തിയെ, ഒരു പുരുഷനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ഇന്ന് അതിനുള്ള റേറ്റ് ഉണ്ട്. ഇപ്പോ ഈ ഒരു പോക്സോ കേസ് കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ കുടുംബ പ്രശ്നങ്ങളിലും ആണ്. അതായത് ഇപ്പൊ ഒരു കുടുംബത്തിലൊരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ സംരക്ഷണാധികാരം സാധാരണ സ്ത്രീക്കായിരിക്കും. എന്നാൽ അത് പുരുഷന് കൂടി നൽകേണ്ടത് അനിവാര്യമാണ്. അപ്പോഴാണ് ഒരു നീതി നടപ്പാവുകയുള്ളൂ. അപ്പോ ഈ ഒരു കുട്ടികളെ സ്ത്രീകളോട് കൈവശം വെക്കാൻ വേണ്ടി ആ കുട്ടികളെ ഉപയോഗിച്ച് തന്റെ പിതാവ് തന്നെ ലൈംഗിക ചുവയോടെ എന്തെങ്കിലും ശ്രമിച്ചു എന്ന് കോടതിയിൽ പറഞ്ഞാൽ അത് കുട്ടികളെ തട്ടിയെടുക്കാൻ പോലും കഴിയുന്ന ഒരു ആയുധമായിട്ട് ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ നമ്മൾ വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന രാഹുലിന്റെ ഈ പ്രശ്നം, അതിലൊരു രസകരമായ പോസ്റ്റ് ഇങ്ങനെയാണ്: വെടിവെച്ചവൻ പുറത്തും വെടിവെച്ച കേട്ടവൻ അകത്തും എന്നാണ്. കാരണം വെടിവെച്ച കേട്ടവൻ പുരുഷ കമ്മീഷനെ വാദിക്കുകയാണ് ചെയ്തത്. മറ്റൊരാള് കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട്. അപ്പോ പുരുഷ കമ്മീഷൻ വാദിച്ച ആളെന്താണ്? ജയിലിലാണ്. അവിടെ എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് ഒരു കമ്മീഷൻ വേണ്ട എന്നുള്ള ഒരു നിലപാടാണ് ഇവിടെ വ്യക്തമാകുന്നത്. കാരണം തെറ്റ് ചെയ്തോ ചെയ്തില്ല എന്നല്ല, പുരുഷ കമ്മീഷൻ വേണം എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് അദ്ദേഹം ജയിലിലായിട്ടുള്ളത്. വളരെ വാശിയേറിയ ചൂടേറിയ ചർച്ചയാണ് ഇവിടെ നടന്നത്. ഇനി ഓരോരുത്തർക്കും അവരുടെ വാദഗതികളെ ഒരൊറ്റ മിനിറ്റ് കൊണ്ട് വൈകിട്ട് ചെയ്ത് അവസാനിപ്പിക്കാം.
ആദ്യമായി സന്ധി. ലിംഗാധിഷ്ഠിതമായ കമ്മീഷനുകളാണ്, മറിച്ച് എല്ലാവർക്കും നീതി ലഭിക്കുന്ന ഒരു നീതിപീഠമാണ് ഇവിടെ ആവശ്യമായി വേണ്ടത്. ഒരുപോലെ ഒരു പുരുഷ കമ്മീഷൻ പുതുതായി നിർമ്മിക്കുന്നതോടുകൂടി സ്ത്രീകളുടെ അവകാശത്തെ ചുരുക്കാനാണ്, വീണ്ടും ചുരുങ്ങുകയാണ് ഉണ്ടാവുക. അസ്സലാമു അലൈക്കും. അപ്പോൾ കൺക്ലൂഡ് ചെയ്യാൻ പോകണം. അപ്പോൾ അതിന് എനിക്ക് പറയാനുള്ളത്, കാലത്തിനൊത്ത് മാറിയിട്ടില്ലെങ്കിൽ അത് ഭരണഘടനയാണെങ്കിലും കാലഹരണപ്പെടും എന്നുള്ളതാണ്. അതായത് കാലം മാറുമ്പോൾ അതിനനുസരിച്ച് നിയമങ്ങളും മാറേണ്ടതുണ്ട്. പുരുഷന്മാർ ആക്രമിക്കപ്പെടുകയാണെങ്കിൽ പുരുഷന്മാരുടെ അവകാശങ്ങളും അവരുടെ നീതിയും സംരക്ഷിക്കാൻ വേണ്ടി ഒരു പുരുഷ കമ്മീഷൻ നിർബന്ധമായിട്ടും ഈ ഒരു ഭരണഘടനയിലും ഈ ഒരു രാജ്യത്തും ആവശ്യമാണ് എന്നുള്ളത് തന്നെയാണ് ഞാൻ ഉന്നയിക്കുന്നത്. പ്രശ്നം നിയമത്തിനല്ല, അതിൻ്റെ ഉപയോഗത്തിലാണ്. ചിലപ്പോൾ നിയമങ്ങൾ തെറ്റായി ഉപയോഗപ്പെടുന്നു. അതിന് പരിഹാരം പുതിയൊരു കമ്മീഷൻ ഉണ്ടാക്കലല്ല എന്ന് പറഞ്ഞു.